ത്രിയേകദൈവത്തിന് സ്തുതി. നിങ്ങളുമായി കുറച്ച് ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തിന്മയുടെ യഥാർത്ഥ സത്യം. മനുഷ്യൻ മനസ്സിലാക്കുവാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു രഹസ്യമുണ്ട്. അതാണ് തിന്മയുടെ രഹസ്യം. സർവജ്ഞനും സ്നേഹവാനുമായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ തിന്മ ഉത്ഭവിക്കാനിടയായത് എങ്ങനെ? ലോകത്തിൽ എല്ലാ ഭാഗത്തും ഇത്രയധികം രോഗവും ദാരിദ്ര്യവും ദുഃഖവും യാതനയും നിലവിലിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ കാര്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ലേ? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. മുന്നോട്ട് കടക്കുന്നതിന് മുമ്പ് ദൈവത്തെ സംബന്ധിച്ച ചില വസ്തുക്കൾ നാം വ്യക്തമായി ധരിക്കേണ്ടത് ആവശ്യമത്രേ. നിത്യത മുതൽ തന്നെ ദൈവം ഉണ്ടായിരുന്നു. കാലമെന്ന പേരിൽ നാം അറിയുന്ന പരിധിക്കപ്പുറം ജീവിക്കുന്നവനാണ് ദൈവം. തന്മൂലം അവിടുത്തേക്ക് ആരംഭവും അവസാനവും ഇല്ല. ഈ വസ്തുത മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. മഹാസമുദ്രം മുഴുവൻ ഒരു പാത്രത്തിൽ കൊള്ളിക്കുവാൻ കഴിയാത്തതുപോലെ ദൈവജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ മനസ്സുകൾക്ക് കഴിവില്ലാത്തതിനാൽ മാത്രമാണിത്. ആദി ദൈവം എന്ന വാക്കുകളോടുകൂടിയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ദൈവം നിത്യകാലം മുതൽക്കേ ഉണ്ടായിരുന്നുവെന്ന സത്യത്തെ വിശദീകരിക്കാൻ പോലും ബൈബിൾ ശ്രമിക്കുന്നില്ല. ഒരു വസ്തുത എന്ന നിലയിൽ അത് പ്രസ്താവിക്കുക മാത്രമേ ബൈബിൾ ചെയ്യുന്നുള്ളൂ. മനുഷ്യരായ നാമുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനായിട്ടാണ് ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ വ്യക്തികളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി അനുസരിച്ചുള്ള ഒരു വ്യക്തിയല്ല ദൈവം. ദൈവം ആത്മാവാകുന്നു. അവിടുന്ന് എല്ലാ വിധത്തിലും അന്തമറ്റവനും സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്തവനുമാണ്. അവിടുന്ന് സർവജ്ഞനും സർവശക്തനും അനന്തജ്ഞാനവും അനന്ത സ്നേഹവും വിശുദ്ധിയും നിറഞ്ഞവനത്രേ. ദൈവത്തിന്റെ അന്തമറ്റ സ്നേഹം തികച്ചും നിസ്വാർത്ഥമാണ്. അതിനാൽ ആദ്യം മുതൽ തന്നെ തന്റെ ആനന്ദവും സന്തോഷവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരുവൻ ഒരു ധാർമ്മിക വ്യക്തിയാകുന്നതിനാവശ്യമായ ഒന്നാമത്തെ മുഖ്യ ഘടകമാണ് സ്വതന്ത്രമായ ഇച്ഛാശക്തി. നക്ഷത്രങ്ങൾക്കും വൃക്ഷങ്ങൾക്കും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്തതിനാൽ അവയ്ക്ക് നന്മയോ തിന്മയോ പ്രവർത്തിപ്പാൻ കഴിവില്ല. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവയാകയാൽ അവ ദൈവിക നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. അതിനാൽ ദൈവമക്കളായി തീരുവാനും അവയ്ക്ക് സാധ്യമല്ല. ഒരു ശാസ്ത്രജ്ഞൻ നിർമ്മിക്കുന്ന ഒരു യന്ത്ര മനുഷ്യൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുമെങ്കിലും അയാളുടെ പുത്രൻ ചെയ്യാറുള്ളതുപോലെ ഒരിക്കലും പരാതിപ്പെടുകയില്ല. ആ യന്ത്ര മനുഷ്യന് ഒരിക്കലും അയാളുടെ പുത്രനായി തീരുവാനും സാധ്യമല്ല. ധാർമ്മിക വ്യക്തിയായി തീരുവാൻ ആവശ്യമായ രണ്ടാമത്തെ ആവശ്യ ഘടകം മനസാക്ഷിയാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും സ്വന്തം തെരഞ്ഞെടുപ്പ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ട്. എങ്കിലും അവയ്ക്ക് ഒരു മനസാക്ഷിയില്ലാത്തതിനാൽ അവ ധാർമ്മിക വ്യക്തികളല്ല. അതിനാൽ അവയ്ക്ക് വിശുദ്ധരോ പാപികളോ ആകുവാനും സാധ്യമല്ല. തന്മൂലം അവയ്ക്ക് ദൈവമക്കളാകുവാനും സാധ്യമല്ല. എന്തെന്നാൽ ദൈവം ഒരു ധാർമ്മിക വ്യക്തിയാണല്ലോ. വാസ്തവം ആലോചിച്ചാൽ പശ്ചിമഘാതികൾക്ക് മനുഷ്യരായ നമ്മുടെ മക്കളായി തീരുവാനും സാധ്യമല്ലല്ലോ. എന്നാൽ ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഇത് അവിടുത്തെ മക്കളാകുവാനുള്ള സാധ്യത നമുക്ക് നൽകുന്നു. നാം ധാർമ്മിക വ്യക്തികളാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും നാം ദൈവിക നിയമങ്ങളെ ലംഘിക്കുമ്പോൾ നമുക്ക് കുറ്റബോധം ഉളവാക്കുകയും ചെയ്യുമാറ് നമ്മിൽ പ്രവർത്തിക്കുന്ന ദിവ്യശബ്ദമാണ് മനസാക്ഷി. സ്വതന്ത്രമായ ഇച്ഛാശക്തിയും മനസാക്ഷിയും രണ്ടും ഉള്ളവരായിട്ടാണ് ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഭൂമിയിലെ ജീവിതം രോഗവും ദുഃഖവും ദാരിദ്ര്യവും യാതനയൊന്നുമില്ലാതെ വളരെ സുഖകരമായിരുന്നെങ്കിൽ ആരും തന്നെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെപ്പറ്റി ചിന്തിക്കുവാനും നമ്മുടെ ഞെരുക്കത്തിൽ നാം തങ്കലേക്ക് തിരിയാനുമായി ഭൗമിക ജീവിതത്തിലെ ദുഃഖങ്ങളെയും അരക്ഷിതാവസ്ഥകളെയും ദൈവം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാത്താൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെയും രോഗങ്ങളെയും കഷ്ടതകളെയും സ്നേഹവാനായ ദൈവം അനുവദിച്ചിട്ടുള്ളത് നിങ്ങൾ തങ്കലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ്. ആ വിധത്തിൽ ആലോചിച്ചാൽ ആ പ്രശ്നങ്ങളും യാതനകളും ദൈവസ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇതാണ് ബൈബിൾ നൽകുന്ന സന്ദേശം. ഒരിക്കൽ ദൈവത്തോട് അടുത്ത് ജീവിച്ച ഒരു വ്യാപാരിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടതോടെ അയാൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അയാളുടെ സഭയിലെ മൂപ്പന്മാർ വീണ്ടും വന്ന് അയാളോട് സംസാരിക്കുകയും ദൈവത്തിലേക്ക് അയാളെ തിരികെ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. എങ്കിലും അയാൾ പൂർണ്ണമായും തന്റെ വ്യാപാരത്തെ മുഴുകിപ്പോയിരുന്നു. ഒരു ദിവസം അയാളുടെ 3 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനെ ഒരു വിഷപ്പാമ്പ് കടിച്ചു. കുട്ടിക്ക് വിഷബാധ വല്ലാതെ മൂർച്ഛിച്ചു. ഡോക്ടർമാർ തന്നെ ആശയറ്റവരായി തീർന്നു. ആ പിതാവ് അത്യന്തം വ്യാകുലനായി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയിലെ ഒരു മൂപ്പനെ ആളയച്ചു വരുത്തി. ആ മൂപ്പൻ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹം അന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവെ, ഈ കുട്ടിയെ കടിക്കുവാനായി ആ പാമ്പിനെ അയച്ചതിനാൽ അങ്ങേക്ക് സ്തോത്രം. എന്തെന്നാൽ അങ്ങയെപ്പറ്റി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുടുംബത്തെ നയിക്കുവാൻ എനിക്കൊട്ടും സാധിച്ചില്ല. 6 വർഷമായി എനിക്ക് സാധിക്കാതിരുന്ന കാര്യം ഒറ്റ നിമിഷം കൊണ്ട് ഈ പാമ്പ് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവർ ഈ പാഠം പഠിച്ചിരിക്കുന്ന നിലയ്ക്ക് കർത്താവെ, ഈ പൈതലിന് സൗഖ്യം നൽകണമേ. ക്യാൻസറോ മറ്റേതെങ്കിലും കഠിന രോഗങ്ങളോ ബാധിച്ച് ആശുപത്രിയിലാകുന്നവരെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തയോ ആളുകളുണ്ട്. അനന്തരം പെട്ടെന്ന് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ആളുകൾ തങ്ങളുടെ പാപം വിട്ട് തങ്കിലേക്ക് തിരിയുവാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ മാരക രോഗങ്ങളെയും കഠിന ദാരിദ്ര്യത്തെയും വിപത്തുകളെയെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്രകാരം അവർ സ്വർഗത്തിലുള്ള തങ്ങളുടെ നിത്യഭവനത്തെ കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കുന്നു. ഇങ്ങനെയാണ് സാത്താന്റെ പിടിയിൽ ജനങ്ങളെ വിടുവിച്ച് നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ സാത്താൻ വരുത്തുന്ന തിന്മകളെ തന്നെ ദൈവം ഉപയോഗിക്കുന്നത്. ഇപ്രകാരം ദൈവം സാത്താനെ വീണ്ടും ഭോഷനാക്കി തീർക്കുന്നു. സാത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി കുഴിക്കുന്ന കുഴിയിൽ ദൈവം അവനെ തന്നെ വീഴിക്കുന്നു. സാത്താൻ നശിക്കാതെ നിലനിൽക്കുവാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ദൈവജനങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ്. തീയുടെ ദൃഷ്ടാന്തം ആലോചിക്കുക. ലോക ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തീപിടുത്തം മൂലം മരണമടഞ്ഞിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. എങ്കിലും ആരും തന്നെ തീ ഉപയോഗിക്കാതിരിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നതും മോട്ടോർ വാഹനങ്ങളും വിമാനവും യന്ത്രങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നതും തീയുടെ സഹായത്തോടെയാണ്. സ്വർണവും തീ മുഖേനയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ തീ ഹാനി വരുത്തുന്നതും ആപൽക്കരവുമാവുമെങ്കിലും വളരെ നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അതുപോലെ സാത്താൻ ദുഷ്ടനും ആളുകളെ വഴിതെറ്റിക്കുന്നവനുമെങ്കിലും ദൈവം പിന്നെ അവനെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവമക്കളെ വിവിധ പരീക്ഷകളിലും അഗ്നിശോധകളിലും കൂടെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു. അഗ്നിയിലൂടെ ശോധന ചെയ്യപ്പെടുന്ന സ്വർണം എന്ന പോലെ അവർ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുന്നതിനു വേണ്ടിയാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. അതിനാൽ ലോകത്തിലുള്ള സമസ്ത തിന്മകളെയും ഒരു നിമിഷത്തിനുള്ളിൽ നീക്കിക്കളയുവാൻ ദൈവത്തിന് കഴിയുമെങ്കിലും അവയിൽ കൂടെ തൻ്റെ മഹത്തരമായ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ദൈവം അത് ചെയ്യുന്നില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ഇടയിൽ രോഗികളും പലവിധ ആവശ്യങ്ങളുമായി ഒരുപാട് പേരുണ്ട്. ഒരു വീടിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. എന്തുകൊണ്ട് ഈ താമസം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ തിരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങരുത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം നമ്മുടെ ആവശ്യവും അവൻ നിറവേറ്റി തരും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. നമ്മുടെ രോഗത്തിന് സൗഖ്യം തരും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.